ലേ സംഘർഷ കേസിൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ച കേന്ദ്ര സർക്കാർ 4 പേർ കൊല്ലപ്പെടുകയും 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഗുരുതര സംഘർഷത്തിലാണ് സോനം അറസ്റ്റിലായത്. ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതായും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. വാങ്ചുക്കിനെ മോചിപ്പിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, പറയൂ കൂടുതൽ വിവരങ്ങൾ. ലഡാക്കിലെ സംഘർഷത്തിന്റെ സൂത്രധാരിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് നിലവിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ ആരോഗ്യനില മോശമായതിനാൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി മുൻപോട്ട് വെച്ചിരുന്നു. ഇതിനാണ് കേന്ദ്ര സർക്കാർ വിശദമായ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാട്ടിയത് നിലവിൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാൻ സാധിക്കില്ല. കേസിൽ അന്വേഷണം നടക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള സംഭവമാണ് ലഡാക്കിൽ നടന്നിട്ടുള്ളത്. സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 150-ലധികം പേർക്ക് പരിക്കേറ്റു. സോനം വാങ്ചുക്കിന് ആ സംഘർഷത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അതിന്റെ സൂത്രധാരൻ തന്നെ സോനം വാങ്ചുക്കാണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ അന്വേഷണ ഏജൻസികൾ സോനം വാങ്ചുക്കിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. അവിടെയും ലഡാക്കിന് സ്വയം ഭരണ അവകാശം നൽകിയതുമായി ബന്ധപ്പെട്ട് അതിനെ നേരത്തെ സ്വാഗതം ചെയ്ത ആക്ടിവിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന ആളായിരുന്നു സോനം വാങ്ചുക്ക്. പിന്നീട് രാഷ്ട്രീയ പ്രേരിതമായി ലഡാക്കിന്റെ സ്വയം ഭരണാവകാശം ഒഴിവാക്കുകയും സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടും നടത്തിയിട്ടുള്ള സമരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ സോനം വാങ്ചുക്ക് നടത്തുകയും അതിനുവേണ്ടി ജനസമാഹരണം നടത്തുകയും അനധികൃത സാമ്പത്തിക ഇടപാടുകൾ സോനം വാങ്ചുക്കിന് NGO-കൾ വഴി ഈ പരിപാടികൾക്കും വേണ്ടിയും അവസാനം ആ സംഘർഷത്തിലേക്ക് എത്തിയിട്ടുള്ള സമരത്തിന് വേണ്ടിയും നടത്തി എന്നുള്ളതും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇക്കാരണങ്ങളാൽ ഗുരുതരമായിട്ടുള്ള കേസിന്റെ അന്വേഷണം നടക്കുന്നതിനാലും സോനം വാങ്ചുക്കിനെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉള്ളതിനാലും നിലവിൽ മോചിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.